സെല്ലിനകത്ത് കയറാൻ വെളി കിടന്ന ആവശ്യം ഇത്തിരി സ്വാതന്ത്ര്യം തന്ന മര്യാദക്ക് ഇതിനകത്ത് കിടന്നോണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ കൂടി നിർത്തിയാൽ പോലും നിന്നെ പുറത്തു വിടൂല. രാജി ഇപ്പൊ എന്നെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ചേട്ടന് മൈൻഡ് ചെയ്യാനല്ല ഡോക്ടർ എന്നെ കാശും തന്നെ ഇവിടെ ഇരുത്തിയേക്കണത്. അപ്പൊ ഡോക്ടറെ മൈൻഡ് ചെയ്യുന്നുണ്ടോ? ഒന്ന് പോയേ ചേട്ടാ, എന്താ ഇങ്ങനെയൊക്കെ പറയണോ? പിന്നെ ഒരു ഡോക്ടർ എന്താ നമ്മുടെ ഡോക്ടറിന്റെ ഒരു കുഴപ്പം? എന്താ നല്ല മനുഷ്യനാ അങ്ങേര്. എത്ര കുടുംബങ്ങളെ രക്ഷിക്കണേ. അവരുടെയൊക്കെ പ്രാർത്ഥന നമ്മുടെ ഡോക്ടറിന് ഉണ്ടാവും. അവരുടെയൊക്കെ പ്രാർത്ഥന നമ്മുടെ ഡോക്ടർക്ക് ഉണ്ടാവും. അതോടൊപ്പം വേറെ ചില കുടുംബങ്ങളെ പ്രാക്കും അങ്ങേർക്ക് ഉണ്ടാവും. എന്തിന്? അങ്ങേര് ഇവിടെ വരണ കുടിയന്മാരെല്ലാം കുടി നിർത്തി പുറത്തോട്ട് പറഞ്ഞു വിടല്ലേ? അങ്ങനെ ബിവറേജിലും ബാറിലും ഒക്കെ മദ്യവിൽപ്പന കുറവാണെന്ന് അവിടുത്തെ ജീവനക്കാരുടെ കുടുംബങ്ങളുടെ പ്രാക്ക് അങ്ങേർക്ക് കിട്ടുകന്നെ ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഇത് എന്തോന്ന് ഡോക്ടർ അമേരിക്കയിലും ജപ്പാനിലൊക്കെ പോയി പഠിച്ചെന്ന് പറയുന്നു. 24 മണിക്കൂറും മോഹൻലാലിനെ അനുകരിച്ചോണ്ട് കിടക്കുന്നു. ഒന്നും അല്ലെങ്കിൽ അങ്ങനെ ഈ ഡി അഡിക്ഷൻ സെന്ററിന്റെ ഡയറക്ടർ അല്ലേ? ആ വിചാരം വേണ്ടേ? ചേട്ടാ, നമ്മുടെ സാറ് ലാലേട്ടന്റെ വലിയൊരു ഫാനാണ്. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിക്കും. എന്നെ കൊല്ലാനാരോ പ്ലാൻ ഇടുന്നേ. സോറി, ഞാൻ അല്പനേരം ലാലേട്ടനായി പോയി. മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന് ഡിസ്ചാർജ് വല്ലതും ഉണ്ടോ? ഉണ്ട് സാർ, ഉണ്ട് സാർ. ഒരാളുണ്ട്. ഓക്കെ അല്ലേ? മിടുക്കനായല്ലോ. എന്റെ അസുഖങ്ങളെല്ലാം മാറി സാർ. മിടുക്കനായി. എനിക്ക് ഇന്ന് തന്നെ ഡിസ്ചാർജ് വേണം. കുഴപ്പമൊന്നുമില്ല സാർ. എന്തിനാണ് ഇങ്ങനെ കുടിക്കുന്നത്? അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതെ. ഇതാ ഇയാളുടെ ടെസ്റ്റ് റിപ്പോർട്ടാ. അയ്യോ, മിറാക്കിൾ. നമ്മുടെ മിഷൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇയാളുടെ ശരീരത്തിലെ ആൽക്കഹോളിൽ നിന്നും അല്പം ബ്ലഡിന്റെ അംശം കണ്ടെത്തിയിരിക്കുന്നു. താങ്ക് യു സാർ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മദ്യപിക്കൊന്നും ചെയ്യരുത്. എന്തിനാണ് ഇങ്ങനെ മദ്യപിക്കുന്നത്? സാറ് സത്യം പറയാലോ സാറേ, എന്നെ ഒരു പെണ്ണ് ബേഷായിട്ട് തേച്ച് സാറേ. തേച്ചല്ലേ? അങ്ങനെ ഒരുപാട് പേര് തേച്ചവരല്ലേ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അവള് തേച്ച ആൾക്കാർ ഇവിടെ ഉണ്ടല്ലേ? അവള് തേച്ചല്ല, പിന്നെ അങ്ങനെ പല പെണ്ണുങ്ങൾ തേച്ചിട്ട് വിരഹമായിട്ട് ഇങ്ങനെ മദ്യപിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വന്നതാണ്. അങ്ങനെ ഞാനൊരു കാര്യം പറയാം, ഈ പ്രേമവും തേക്കും വരെ ഒരുപോലാണ്. അതെ, ഉദാഹരണത്തിന് നമ്മളൊരു തേക്ക് മരം കൊണ്ട് നമ്മൾ നട്ടെന്ന് വെച്ചു, വെള്ളമൊഴിച്ചു, വളവിട്ടു, ആ തേക്ക് മരം ഇങ്ങനെ വളർന്ന് വലുതായി വളർന്ന് പന്തലിച്ച് സാർ, ശീകരങ്ങൾ വരും, വന്ന് ഇല വരും, വന്ന് എല്ലാം വന്നു. ആ സമയത്ത് സർക്കാർ ഇതിലെ പോവുകയാണെങ്കിൽ വന്ന് സീലും വെക്കും, അടിവശം വന്ന് വെട്ടിക്കൊണ്ടും പോകും. എന്റെ തേക്ക് വരെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ കൊണ്ടുപോയി. ഞങ്ങളുടെ നാട്ടുകാർക്ക് മൊത്തം എന്നോട് ഭയങ്കര കണ്ണുകടിയാ സാറേ. എന്താണ് കാരണം? അവരെന്ന് പറയുന്നത് സാറേ, നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ട് വന്നൊന്ന് കുളിച്ചിട്ട് ഒരു കുപ്പിക്കകത്ത് ഇത്തിരി വെള്ളം എടുത്ത് ഒരു പാത്രത്തിൽ ഇത്തിരി അച്ചാറും എടുത്തോണ്ട് വാഴത്തോപ്പിലോട്ട് പോണത് കുടിക്കാനാ? അല്ല, അച്ചാറും തേച്ച് കുളിക്കാന്. അങ്ങനെ ചെയ്തേക്കില്ല. അപ്പൊ ഇനി മദ്യപിക്കരുത്. ഇല്ല സാറേ, നേരെ വീട്ടോട്ട് തന്നെ പോകണം. നേരെ പോയി ഇനി മദ്യം എന്ന് പറയുന്ന വാക്ക് എന്റെ നിഘണ്ടുവിലുണ്ടാവില്ല. എഴുതി ഒപ്പിട്ടിട്ട് പോക്കോ. എഴുതി ഒപ്പിടാനോ? നേരെ വീട്ടിൽ പോകണം കേട്ടോ. കേട്ടോ, ഈ ജഗവധം നടക്കുന്നു. ഒപ്പിടുക. ECG വരച്ച് വെക്കാനല്ല പറഞ്ഞേ. ഇയാൾക്ക് റെഡി ആയിട്ടില്ല. ഇയാളെ 2 മാസം കൂടെ അകത്തോട്ട്. എനിക്ക് കുഴപ്പമില്ല. ഇത് മദ്യത്തിന്റെ അല്ല. ഞാൻ പണ്ടൊരു പൂച്ചയൊക്കെ വന്നിട്ടത് അതിന്റെയാണ്. വീട്ടിൽ പോണോന്ന് എനിക്ക്. നല്ല രോഗം കിട്ടിട്ട് എത്ര നാളായെന്നറിയോ? ഹിപ്നോട്ടിസം ചെയ്യാൻ എന്റെ കൈ കുരുകുരുക്കുന്നു. എന്തോ ചെയ്യാനാ ഡോക്ടർ ഇത്? ഭയങ്കര വെള്ളോടിയും ബഹളവും കഞ്ചാവും നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. എന്താ പ്രശ്നം? ഭയങ്കര വെള്ളമടിയാ, കഞ്ചാവും വലിക്കും, റോട്ടി ഇറങ്ങി ആൾക്കാരെ തള്ളയ്ക്കും വിളിക്കും. ഇവിടെ ഇത്രയൊക്കെ നമ്മൾ സ്വയമേ മനസ്സിലാക്കുവാണെങ്കിൽ അതിന്റെ അകത്തൊന്നും പിന്തിരിയല്ലേ വേണ്ടത്? അയ്യോ, ഇതൊന്നും ചെയ്യുന്ന ഞാനല്ല, പിന്നെ അവനാണ്. അവനെ കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ കോലം തന്നെ കണ്ടില്ലേ? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഭയങ്കര കുടിയാണ്. ഇത് കണ്ടോ? ഇതെന്താ പറ്റിയതാണ്? അവന്റെ കയ്യിൽ ഒരു പെഗ് എന്റെ കൈ കൊണ്ട് തട്ടി വീണെന്നും പറഞ്ഞുകൊണ്ട് തട്ടുവൻ പഠിപ്പിച്ച് ചന്തയ്ക്ക് വെച്ചാണ് ഇവിടെ ഇരിക്കാൻ പോലും പറ്റണില്ല. ഇരിക്കാൻ പറ്റത്തില്ലല്ലേ? അങ്ങനെ പഠിച്ചോണ്ടിരുന്നു. ഇവന്റെ ഭാര്യ വന്നിട്ട് എന്തൊക്കെ പരാതിയാന്നറിയോ? ഭാര്യ വന്ന് കരച്ചിലാണ്. എന്താ ഉദരയിക്കോ? ഇയാള് ഡോക്ടർ തന്നെ അല്ലയോ? അതെ. ഒരു ഡോക്ടർ എന്ന് പറയുന്നതാണോ ഉദരിക്കോ? ഇല്ല, ഉപദ്രവമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും നോക്കും. വീട്ടില് സാധനം വേണമെന്ന് പറഞ്ഞാൽ മേടിച്ചോണ്ട് വരും. പക്ഷെ കള്ളുകുടിച്ചല്ല കടം, പിന്നെ പലചരക്കടയില്. അതെങ്ങനെ കടം വരും? ഇവൻ പണിക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഇവന്റെ ഭാര്യ പറയും, ചേട്ടാ 2 കിലോ അരി ഇത്തിരി പച്ചക്കറിയും മേടിച്ചോണ്ട് തരാം. മാന്യമായിട്ട് മേടിച്ചു കൊടുക്കും. മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 2 എണ്ണം അടിക്കും. ഇതങ്ങ് മറക്കും. വീണ്ടും 2 കിലോ അരി പച്ചക്കറിയും മേടിച്ചോണ്ട് വരും. മറവി. ചെക്ക് ചെയ്യട്ടെ. രാജേന്ദ്രൻ, ഭാര്യയുടെ പേര് ഓർമ്മയുണ്ടോ? അവനറിയാം. സുമ. മക്കളുടെ പേര്? മക്കളുടെ പേര് അത് അവനറിയാം. സുജീൻ, രാജി. പെങ്ങളുടെ പേര്? ശീല. അറ്റ്ലീസ്റ്റ് അച്ഛന്റെ പേരെങ്കിലും ഓർമ്മയുണ്ടോ? അച്ഛന്റെ പേര്
എന്ത് ചെയ്യാൻ, അച്ഛന്റെ പേര് വരെ മറന്നു പോയിരിക്കുന്നു. അയ്യോ അത് മറന്നല്ല, പിന്നെ? അത് ശരിക്കും അറിയാത്തയാ. ആണോ? അതറിയാത്ത അപ്പൊ രാജേന്ദ്രൻ ഇരിക്കും. എന്താണ് പ്രശ്നം? എന്താണ് പ്രോബ്ലം? എന്താണ്? കഞ്ചാവാണ് സാർ ഇപ്പം വരുന്ന വഴിക്ക് വലിച്ചാ മതി. കഞ്ചാവ് എടാ, നീ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു കേട്ടാ. ഡോക്ടർ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഒരു കുട്ടികൾക്ക് അറിവ് പറഞ്ഞു കൊടുത്താൽ അത് ഉടനെ അത് കഞ്ചാവും. അതങ്ങനെ പറ്റത്തില്ല. നമുക്ക് അറിയാവുന്ന ഒരു അറിവ് മറ്റുള്ള ഒരാൾക്ക് പകർന്നു കൊടുക്കുന്നത് വലിയ കാര്യമാണ്. മദ്യപാനിയാവോ? മദ്യപാനിയാകത്തില്ല. ഞാൻ നല്ലൊരു കലാകാരനാണ്. ആവശ്യമില്ലാത്ത കാര്യം. ഞാൻ- ഒരു കലാകാരനാണ് ഞാൻ. കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിലാണ്. അറിയാമല്ലോ, മോഹൻലാലിന് എനിക്ക് എന്തോ ഇഷ്ടമാണ്, എനിക്ക് ജീവന. മിണ്ടരുത്. ചേട്ടൻ പറ, അവിടെ ഇരി. എന്താ ഞാൻ കാര്യം? നല്ല നാടൻ പാട്ടുകൾ പാടും, അതുപോലെ തന്നെ കവിത എഴുതും. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എഴുതും. അതൊക്കെ എഴുതി ഏതെങ്കിലും പറയാൻ കാട്ടി പോലും എഴുതി കഴിഞ്ഞാൽ ഉടനെ പറയും ഞാൻ കഞ്ചാവാണ്. ഇയാളെ പിടിച്ച് ഞാൻ തല്ലിയിട്ടു. ഞാൻ പറഞ്ഞേക്കാം, ഒരു കലാകാരനെ എങ്ങനെ താങ്കൾ ഏത് കവിതകളാണ് എങ്ങനെ? നാടൻ പാട്ടിന്റെ അർത്ഥങ്ങൾ ഞാൻ ഈ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്ത് അതിന് പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞറിയാം. എനിക്ക് നാടൻ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഏത് നാടൻ പാട്ടിന്റെ അർത്ഥമാണ് പറഞ്ഞു കൊടുത്തത്? മറ്റേ എള്ളുള്ളേരി എള്ളുള്ളേരി അത് പഠിക്കും. എള്ളുള്ളേരി എള്ളുള്ളേരി മാനിനങ്കേലേ വിരച്ചിപ്പട്ടേട്ടുണ്ട് ഗയാ മാനിനങ്കേലേ. അതിന്റെ അർത്ഥം എങ്ങനെയാണ്? എള്ളുള്ളേരി എള്ളുള്ളേരി എന്ന് പറയുന്ന ഒരു പ്രത്യേകതര കായാണ്. അത് മാനിന് കൊടുക്കുന്ന കായാണ്. വീരാച്ചിപ്പേട്ടെ ഡുണ്ട് ഗയാ മാനിനങ്കേലേ. വീരാച്ചിപ്പേട്ട കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അതെന്ന് പറഞ്ഞ പോണാണ് കണ്ണൂരിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം. അതായത് കേരള കർണാടക ബോർഡാണ് വീരാച്ചിപ്പേട്ട. വീരാച്ചിപ്പേട്ടിലെ ഡുണ്ട് ഗയ എന്നുള്ള സ്ഥലത്താണ് ഈ സാധനം ഉള്ളത്. അത് മേടിക്കാൻ വേണ്ടിട്ട് മാനിനങ്കിട തങ്കച്ചി മത്തുമ്പളാതുണ്ടേ. മാനിനങ്കിട തങ്കച്ചി എന്ന് പറഞ്ഞാൽ തങ്കച്ചി എന്ന് വെച്ചാൽ എന്താ? തങ്കച്ചി എന്ന് പറഞ്ഞ പെങ്ങള്, സഹോദരി. സഹോദരി. ഈ മാനിനെ സ്നേഹിക്കുന്ന തങ്കച്ചി സഹോദരി കൊണ്ട് കൊടുക്കുന്നതാണ് മാ തുമ്പളാത്തുണ്ടേ എന്ന് വെച്ചാല് തുമ്പളാത്തുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. സാറിന്റെ പേരെന്താ? എന്റെ പേര് രാവിജ്. രാജീവ്. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെയാണ്. അകലബന്ധ ബാബുജി ഇകലബന്ധ ബാബുജി എന്താ പാവെ കൊണ്ടാടും ഏനെന്താ ഹെലിപ്പാടും. അകലെയുള്ള ബാബുജിയും ഇകലെയുള്ള ബാബുജിയും കൂടെയാണ് ഈ മാനിന് കാ കൊണ്ട് കൊടുക്കണത്. എന്താ പാവെ കൊണ്ടാടും ഏനെന്താ ഹെലിപ്പാടും. എന്താ പാവെ കൊണ്ടാടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊണ്ട് ആടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവരെല്ലാം കൂടെ വർക്കല ഹെലിപ്പാടി വന്ന് ഇറങ്ങി. അതിന്റെ അർത്ഥം പറയാം ഞാൻ കഞ്ചാവ് വെള്ളമടിയും മദ്യപാനം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റും സാറേ? ചെറിയ രീതിയിലുള്ള നമുക്കത് മാറ്റിയെടുക്കാം. മാറ്റിയെടുക്കാം. പുള്ളിയുടെ കിളി പറഞ്ഞിരിക്കുക. മൊത്തത്തിൽ പറഞ്ഞിരിക്കാന്ന്. അല്ലാതെ ഇപ്പൊ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? എനിക്ക് പോണം കേട്ടോ. എവിടെ പോകുന്നു? എനിക്ക് ഈ അവാർഡ് മേടിക്കാൻ പോണം. എന്തിന്റെ അവാർഡ്? സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചായിരുന്നു. ഇയാൾക്കാണോ? എനിക്ക് അവാർഡ് ഉണ്ട് എന്റെ കവിതയ്ക്ക്. എന്തൊക്കെ ഉണ്ടായിരുന്നു അവാർഡിന്? 250 പ്രശസ്തി പത്രം. 250 നമ്മൾ രണ്ടും കൂടെ കുറഞ്ഞൊരു ക്വാർട്ടർ എടുത്ത് അടിക്കുകയും ചെയ്ത് പ്രശസ്തി പത്രം മറ്റേ മാമന് വായിക്കാൻ കൊടുത്തേക്കണം. അത് തിരിച്ചു മോൻ മേടിക്കണം. ഞാൻ മേടിക്കാം. വല്ല ആക്രിക്ക് വല്ല പറയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറ്റൂല. അതാണ് ഞാൻ പറയുന്നത്. കുഴപ്പമില്ല. കഞ്ചാവല്ല. ഞാൻ മദ്യപാനി. കഞ്ചാവല്ല, സിറിഞ്ച്. അച്ഛൻ പിടിക്കൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. രാജേന്ദ്രൻ ഇങ്ങോട്ട് നോക്കണം. ഈ കയ്യിലേക്ക് നോക്കൂ. ഈ കയ്യിലേക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ? കയ്യിൽ പറയണ്ട. അതുപോലെ തന്നെ എനിക്കുണ്ടല്ലോ. ഒന്നും കാണുന്നില്ലല്ലോ. ഒന്ന് ഇങ്ങോട്ട് നോക്കിയിരിക്കും. സാറങ്ങ് വന്നേ. സംഭവം അബോധാവസ്ഥയിലാണ്. ഇപ്പൊ കലാകാരൻ എന്നൊക്കെ പറയുന്നില്ലേ? ഇപ്പൊ കലാകാരനൊന്നും അല്ലെന്ന്. പിന്നെ ഇതിപ്പോ നേരത്തെ കുടിയില്ലായിരുന്നു. ഇപ്പൊ ഒരു 5-6 മാസമേ ഉള്ളൂ കുടിച്ചിട്ട്. ഇത് ചില സമയത്ത് രാത്രി എനിക്ക് ഡാൻസ് ഒക്കെ കളിക്കും. എനിക്ക് തോന്നുന്നു ഇത് അടിച്ചട്ടായിരിക്കും. പിന്നെ എനിക്ക് എന്തൊക്കെ ഞാൻ ഒരു ദിവസം നോക്കുമ്പോ ഉണ്ട് ചന്തയിൽ ചലങ്കയിട്ടോണ്ട് പോയേക്കുന്നു. പിന്നല്ല അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. എന്തുവാണെന്നൊന്ന് നോക്കി പറയാം. ഇപ്പോൾ ഒരു അബോധാവസ്ഥയിലാണ് പുള്ളി. അപ്പൊ പുള്ളിയുടെ മനസ്സിൽ എന്താണുള്ളത് നമുക്ക് നോക്കിയാം. രാജേന്ദ്രൻ, നിങ്ങളുടെ സബ്കോൺഷ്യസ് ആ മൈൻഡിൽ നിന്ന് നിങ്ങൾ ഉണരുകയാണ്. നിങ്ങൾ രാജേന്ദ്രനാണ്. അല്ല, പിന്നെ രാമനാഥൻ. അതാര്? ഡോക്ടർക്ക് വന്നേ. രാജേന്ദ്രൻ അല്ലേ പറഞ്ഞ മുമ്പ്? ഡോക്ടറെ, എനിക്കറിയാം ഈ രാമനാഥനെ. അതാര്? നമ്മുടെ വീടിനടുത്ത് മാടമ്പള്ളി എന്ന് പറയുന്ന ഒരു തറവാടുണ്ട്. അവിടുത്തെ ഒരു നർത്തകനായിരുന്നു ഈ രാമനാഥൻ. ഈ രാമനാഥനും നാഗവലിയും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പൊക്കി അത് ആ പെണ്ണ് പോയപ്പം ഈ രാമനാഥൻ വെള്ളോടി തുടങ്ങി. അടിച്ചടിച്ച് ലിവർ സിറോസിസ് വന്ന ചത്ത. രാമനാഥൻ KP ആണോ? രാമനാഥൻ 222 റൂമിൽ ഞങ്ങൾ ഒരു 2-3 മാസത്തിന് മുമ്പ് അടച്ചു. പുള്ളി മരിച്ചുപോയി. അവിടെ ഇവനൊരു 6 മാസം മുമ്പ് പണിയുണ്ടായിരുന്നു. അവിടെ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് ഇവൻ ഈ പ്രശ്നം. ഈ അങ്ങനെയൊക്കെ സംഭവിക്കും. ഒരാളായിട്ട് മാറാൻ അങ്ങനെ സംഭവിക്കും. അതിന്റെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, അപരബന്ധുത്വം, ദ്വന്ദ്വയുദ്ധം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ 16 വയസ്സുള്ള കുട്ടി 70 വയസ്സുള്ള വാരിസ്ഥരായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ? അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, ഇതിനിപ്പം എന്താ ഒരു പോംവഴി എന്താ ഡോക്ടർ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ എന്തെങ്കിലും പ്ലാൻ ചെയ്തോണ്ടാണ് വന്നത്? തിരിച്ചു പോകുമ്പോഴത്തേക്ക് അവനൊരു ക്വാർട്ടർ മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ക്വാർട്ടർ? ഒരു കാര്യം ചെയ്യണം. അയാൾ ഇപ്പൊ അബോധാവസ്ഥയിലാണ്. അയാൾ ഉണരുമ്പോ വയലന്റാ. അപ്പൊ നിന്നോട് ചോദിക്കും, ഒരു പെഗ് തരാൻ ചോദിക്കും. ഒരു കാരണവശാലും നീ പെഗ് മേടിച്ചു കൊടുക്കരുത്. അല്ല ഡോക്ടർ, അല്ല അതിനെ അതിജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഗുണമുണ്ടാവും. അല്ല ഡോക്ടർ, ഞാൻ ഇതുവരെ അവന്റെ അടുത്ത് അരുത് എന്ന് പറഞ്ഞിട്ടില്ല ഡോക്ടർ. നിന്റെ സർവ്വ സ്നേഹം എടുത്ത് അവനോട് നിനക്ക് തരില്ല എന്ന് തന്നെ പറയണം. ഡോക്ടർ, ഒരു ക്വാർട്ടർ എടുത്ത് രണ്ടാക്കുന്നവരാ ഞങ്ങള്. ആ സ്നേഹം ഞാൻ എങ്ങനെ അവന്റെ അടുത്ത് പറയും? തേജസ് ഓജസ്സും ഉള്ള രാജേന്ദ്രൻ നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോകണ്ടേ? വേണം. ഉള്ള സ്നേഹം എടുത്ത് നീ പറയണം, നീ ഒരു തുള്ളി തരത്തില്ലെന്ന് പറയാം. ഓക്കെ ഓക്കെ പറയാം. ഞാൻ ഉണർത്താൻ പോവാ. കോട്ട എടുത്തില്ലേ സാധനം എടുത്ത് അടിക്കണം. വിറയില് പോയേ പറ്റൂ. നീ കുടിക്കണ്ട. അതൊരു സംസാരം. അത് ഒരുമിച്ച് എടുത്തിട്ട് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ
നീ കുടിക്കണ്ട. എനിക്കിന്ന് കുടിക്കണമെന്ന്. എന്റെ കൈ കൊണ്ട് ഞാൻ ഒരു തുള്ളി മദ്യം തരത്തില്ല. നീ കുടിക്കണ്ട കുടിക്കണ്ട കുടിക്കണ്ട. അപ്പൊ നീ എനിക്ക് കുടിക്കാൻ തരൂല? തരത്തില്ല തരൂല? തരത്തില്ല. ഇന്നേക്ക് 1-ാം തീയതി, നാളെ ഞായറാഴ്ച ബിവറേജിൽ പോയി ഒരു ഫുൾ എടുത്തോണ്ട് വന്ന് നിന്റെ മുമ്പ് അടിച്ച് വാള് വെച്ച് കിടന്നില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടി കിട്ടും. എന്താടാ ഞാൻ ഇപ്പൊ പറഞ്ഞത്? നീ ഒന്നും പറഞ്ഞില്ല. പിടുത്തത്തിന്റെ പുറത്ത് എന്തൊക്കെ പറഞ്ഞതാ? നീ ഒന്നും പറഞ്ഞില്ല. എനിക്ക് എന്ത് പറ്റിയിടാ? നിനക്കൊന്നുമില്ല. നാളെ നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് സാധനം എടുത്ത് അടിക്കുമ്പോ എന്നെ കൂട്ടായിരിക്കൂടാ? കൂട്ടാടാ. എന്നെ വെറുക്കൂടാ? വെറുക്കത്തില്ല പന്നി. എന്നെ കളയൂടാ? കളയത്തില്ല പന്നി. എന്താണെന്നറിയാൻ വയ്യ. എല്ലാം അടിച്ച് തെറിപ്പിക്കുകയും ചെയ്തു. വെറുക്കത്തില്ല. വെറുക്കത്തില്ല. കണ്ടടോ കണ്ടടോ ഞാൻ എന്റെ രാജേന്ദ്രന്. താൻ അവനെ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ കൊണ്ടുപോക്കോളാം. രാഗിണി ബാറിലോ അമ്മണിയുടെ വാറ്റ് സംഘത്തിലോ എവിടെ വേണമെങ്കിലും. നിങ്ങൾ ഒരു ചികിത്സയും വേണ്ട. എവിടെയെങ്കിലും കൊണ്ടുപോകും. സാധാരണ ഒരു ഡെമ്മി തന്നുവിട്ടാൽ മതിയോ നിനക്ക്? പഴയ ഓജസും തേജത്തുള്ള രാജേന്ദ്രനെ തന്നുവിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു സൈക്കാട്രിസ്റ്റും ഒരു ഡോക്ടറും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. അല്ല കൊള്ളാം ഡോക്ടറെ, പക്ഷെ അതിനെന്താ ഒരു വഴി? വഴി 100% വിജയം മാത്രം സാധ്യതയുള്ള ഒരു പരീക്ഷണമാണ്. അതെനിക്ക് ഇവിടെ വന്നപ്പോഴേ മനസ്സിലായി. എന്തോ പരാജയമായിരിക്കും. ഞാൻ പറയട്ടെ. മറ്റേത് വിട്ടുപോയി. ഏത്? അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഓക്കെ, അച്ഛൻ ഇവിടെ വരൂ. സാർ 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടട്ടെ. അത് പിന്നെ ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കണം. ഇപ്പോൾ രാമനാഥൻ ഉണരുമ്പോൾ വയലൻസ് കാണിക്കും. അല്പം മദ്യം കൊടുക്കാനായിട്ട് ആ മദ്യം നമ്മൾ അറേഞ്ച് ചെയ്യണം. അപ്പൊ പുള്ളി ഉണർന്നു വരുമ്പോ ഒരു ലോക്കൽ ബാറിന്റെ അറ്റ്മോസ്ഫിയർ എനിക്ക് ഇവിടെ കിട്ടണം. അറിയാലോ, എന്നെ കൊണ്ട് ഇതിന് കഴിയോ സാർ? ഓസിനടിക്കുന്ന ആർക്കായാലും പറ്റും. തനിക്ക് പറ്റും, ഉറപ്പായിട്ടും പറ്റും. അറിയാലോ, പിന്നെ ഒരു ലോക്കൽ ബാറിന്റെ ഒരു ചീഞ്ഞ മണമൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ടേബിൾ കൊണ്ടുവരുന്നു. ടേബിൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മദ്യവും ഗ്ലാസ്സും അതിനകത്തിരിക്കും. ഞാൻ കുടിക്കാൻ പറയുമ്പോൾ അത് എടുത്ത് കറക്കുന്നു. അപ്പുറത്തെ മിച്ചറും ഗ്ലാസ് വരുന്നു. ആ ഗ്ലാസ്സിലേക്ക് മരുന്ന് ഒഴിച്ചു കൊടുക്കും. ആ മരുന്ന് കുടിക്കുന്നു. അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ ആണല്ലോ? സിസ്റ്റർ ഒരു സഹായം ചെയ്യണം. എന്താ ഡോക്ടർ? ഈ കഥയിൽ സിസ്റ്റർ വാറ്റുകാരി അമ്മണിയായിട്ട് ഒന്ന് അഭിനയിക്കണം. എന്തമ്മണി? വാറ്റുകാരി അമ്മണി. ഞാനൊന്നുമില്ല. എനിക്ക് വേണ്ടി ഇതൊന്ന് ചെയ്തു തരണം പ്ലീസ്. ആ പുള്ളിനായിട്ട് വിറപ്പിക്കാതെ ഒന്ന് ചെയ്യങ്ങളെ. ചെയ്യാം. ഓക്കെ, ഞാനപ്പോ അദ്ദേഹത്തെ ഉണർത്താൻ പോവുകയാണ്. ഓക്കെ ആണല്ലോ? അറ്റ്മോസ്ഫിയർ ഓക്കെ ആണല്ലോ? എനിക്ക് കോട്ട വേണം, ഫുള്ള് വേണം. അമ്മണി ചേച്ചി, ഒരു തലച്ചാരായിട്ട് തലച്ചാര അടിക്കാൻ ഞാൻ സഹായിക്കാം. ഈ ദേഹം വിട്ടു പോവാ. ഉറപ്പായിട്ട് പോവാ. കുടിച്ചാ മാത്രം മതിയോ? മുളക്ക തിന്നാൻ വേണം. ആണോ? ഒരു കാര്യം ചെയ്, പോവും. വയറ് നിറച്ച് കുടിച്ചാ പോണം. പോവാന്നല്ലേ പറഞ്ഞ, പിന്നെ പറയണം തരുന്നു. സാധനം കൊണ്ടുവാ. അറ്റ്മോസ്ഫിയർ കൊണ്ടുവാ. 60 ഓസിയാർ 60 എന്തോ നോക്കിക്കോടാ, പിടികളാക്കോ. കുടിക്കണം, വയറ് നിറയെ കുടിക്കണം. ഇത് കുടിച്ചതിന് ശേഷം നീ ദേഹം വിട്ട് പോവാം. ഓക്കെ ആണല്ലോ? എറിയും, അപ്പഴത്തേന് മാറ്റിക്കോണം. ഓക്കെ. 1 2 3 90 60
അപ്പനുണ്ട് അളിയാ ഞാൻ പിടിച്ചാടാ. വിജയിച്ചു വിജയിച്ചു. ഉണർത്തട്ടെ നിങ്ങളുടെ അപ്പോഷൻ ആ മൈൻഡിൽ നിന്ന് നിങ്ങൾ ഉണരുകയാണ്. എന്താണ് പേര്? രാജേന്ദ്രൻ. മുഴുവൻ പേര്? രാജേന്ദ്ര പ്രസാദ്. എന്താണ് പണി? പെയിന്റിങ്. നല്ലതായിട്ട് പണി ചെയ്യുവോ? നോ, കള്ളപ്പണി. ഓക്കെ, എണ്ണിക്കുന്നു. രാജേന്ദ്രൻ എണ്ണിക്കുകയാണ്. രാജേന്ദ്രൻ റിലാക്സ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. എന്നെ മനസ്സിലായോ? എന്നെ മനസ്സിലായോ? ആടാ നീ. രാജേന്ദ്രന്റെ മനസ്സിൽ ഒരു അസുഖം ഉണ്ടായിരുന്നു. അത് ഞാൻ വേരോടിങ്ങി പറിച്ചെടുത്തു. നാളെ ഒരു സമയത്ത് ഏതെങ്കിലും റബ്ബറും തോട്ടത്തിലോ കനാലിന്റെ അടിയിലോ ഇരുന്ന് അടിക്കുമ്പോ വലിയ ലാഗില്ലാതെ ചെറിയൊരു കഥയായിട്ട് അവനിത് പറഞ്ഞു കൊടുക്കണം. ഓക്കേ? ഇവനില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കൂല. ഇവന് ഒരുപാട് ഞാൻ പിച്ചി വേദനിച്ചു അല്ലടാ. എടാ, ഈ രാജേന്ദ്രൻ തിരിച്ചറിയാമെന്നാണോ ഞാൻ പറഞ്ഞത്? ഏജസും തോതസും ഉള്ള ഈ രാജേന്ദ്രനെ ഇനി കൊണ്ടുപോക്കോ. അമ്മണിയുടെ വാറ്റുകടയിലോ ബിവറേജിലോ സിക്സറിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോക്കോ. കൊണ്ടുപോകും. വളരെ ഉപകാരം, ഞങ്ങൾ പൊക്കോട്ടെ. സാറേ അവരിവിടല്ലേ സാറേ? അവരിവിടല്ലെന്ന്. അതെന്താ കുഴപ്പം? ഒരു പ്രശ്നം ഉണ്ടെന്ന്. എന്താ പ്രശ്നം? അല്ല സാറ് പറഞ്ഞില്ലേ ഇങ്ങനെ ഭസ്മം എറിയുമ്പം മറ്റത് കറങ്ങി വരും. അപ്പൊ ഞാൻ മരുന്ന് ഒഴിച്ചു ഞാൻ പറഞ്ഞായിരുന്നു. ആ ഒഴിച്ച മരുന്ന് മാറിപ്പോയി സാറേ. വേറെ എന്തെങ്കിലും മരുന്നെടുത്ത് ഒഴിച്ചോടോ താൻ? അല്ല സാറേ, പിന്നെ ഒഴിച്ചത് മദ്യ. അത്രേ ഉള്ളൂ. മദ്യമാ? ആ ഒറിജിനൽ മദ്യം. എന്നാ പിന്നെ നമ്മൾ പോട്ടാ. പിടിക്കണ